എംജിആറും ശിവാജിയും ജെമിനിയും കമൽഹാസനും അടക്കിവാണ തമിഴ് സിനിമ ഉലകത്തിന്റെ വാതിൽ ചവിട്ടി തുറന്നുകൊണ്ട് 1975-ൽ അപൂർവരാഗങ്ങൾ എന്ന ചിത്രത്തിലൂടെ രജനീകാന്ത് എന്ന കറുത്തുമെലിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ കടന്നുവരുന്നു. അന്നേവരെ ഇന്ത്യൻ സിനിമ കണ്ടു ശീലിച്ച നായക സങ്കല്പങ്ങൾ അയാളുടെ വരവോടെ തച്ചു തകർക്കപ്പെട്ടു. കമൽഹാസനൊപ്പം അരങ്ങേറിയ രജനി പിന്നീട് പല ചിത്രങ്ങളിലും കമലിന്റെ വില്ലനായും തുല്യ പ്രാധാന്യമുള്ള വേഷങ്ങളിലും പ്രത്യക്ഷപ്പെട്ടു. 1980-ൽ ഇറങ്ങിയ ബില്ല എന്ന ചിത്രത്തോടെ ചാർത്തിക്കിട്ടിയ സൂപ്പർ സ്റ്റാർ പട്ടം 4 പതിറ്റാണ്ടുകൾക്ക് ശേഷവും ആ കൈകളിൽ ഭദ്രം. മഞ്ഞൻ, ദളപതി, ഭാഷ, പടയപ്പ, എന്തിരൻ, കബാലി, ജയിലർ അങ്ങനെ തിരശീലയിൽ തീ പടർത്തിയ ഓരോ രജനി ചിത്രങ്ങളും തെന്നിന്ത്യ ഒരു ഉത്സവമാക്കി. പടം ഉത്സവ സീസണിൽ വരണ്ട. രജനി പടം എപ്പോഴാണോ റിലീസ് അപ്പോഴാണ് തമിഴർക്ക് ഉത്സവം. സിഗരറ്റ് വായിലേക്ക് എറിഞ്ഞു പിടിക്കുമ്പോഴും 50 പേരെ അടിച്ചിടുമ്പോഴും എന്തിനേറെ മുടിയിലൊന്ന് തലോടുന്നതിൽ വരെ അദ്ദേഹം കൊണ്ടുവന്ന മാനരസങ്ങൾ തലമുറകളെ ആവേശം കൊള്ളിച്ചു. എന്നിട്ടും സിനിമയ്ക്ക് പുറത്ത് താരചാടകളോ കൃത്രിമമായ വെച്ചുകെട്ടലുകളോ ഇല്ലാത്ത ഒരു ശരാശരി തമിഴിന് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന പച്ച തമിഴനായി, പച്ച മനുഷ്യനായി രജനി ആരാധകർക്കിടയിൽ നിലകൊണ്ടു. അദ്ദേഹം വെട്ടിയിട്ട പാതയിൽ പിന്നീട് നിരവധി പേർ വന്നു. എന്നിട്ടും രജനീകാന്തിന്റെ സിംഹാസനത്തിന് ഇളക്കം തട്ടിയിട്ടില്ല. സൂപ്പർ സ്റ്റാർ 74-ാം പിറന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ റിലീസിനൊരുങ്ങുന്ന ലോകേഷ് കനകരാജ് ചിത്രം കൂലിയിലെ തലൈവർ സംഭവം എന്തെന്നറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ.